ഡിയർ സ്റ്റുഡൻസ്, എർത്ത് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് എന്ന പാഠഭാഗത്തെ 11ാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇത്രയും വീഡിയോസിൽ കവർ ചെയ്തിട്ടുള്ളത് എന്താണ് എർത്ത് എന്നും അതിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എർത്ത് നിന്നും എങ്ങനെ സേഫ്റ്റി ടിപ്സുകൾ നമുക്ക് എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, എർത്ത് അഥവാ ഭൂമികുലുക്കം അത് സഡൻ ആയിട്ടുണ്ടാവുന്നതാണ് അല്ലേ. അങ്ങനെ സഡൻ ആയിട്ട് ഉണ്ടാവുന്നു. ചിലപ്പോൾ ഫ്യൂ സെക്കൻഡ് വരെയൊക്കെ ആവാം ചിലപ്പം ഭൂമികുലുക്കം ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ബിൽഡിങ്ങുകൾ, ഒട്ടനവധി ആളുകളുടെ ലൈഫ്, ഇതൊക്കെ അവിടെ ഡാമേജ് ആവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത്, ഇതിനെതിരെ നമ്മൾ സേഫ്റ്റി ടിപ്സുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ സേഫ്റ്റി ടിപ്സ് ഇതിനെതിരെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എർത്ത് മുന്നേ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എർത്ത് മുന്നേ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം നോ യുവർ റിസ്ക്. അതായത് നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ ഏരിയ, നമ്മൾ താമസിക്കുന്ന ഏരിയ എർത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയ ആണോ എന്ന് നമ്മൾ റിസർച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാദ്യം ചെയ്യാം. നോ യുവർ റിസ്ക്, അതാണ് ഫസ്റ്റ് വൺ. നമ്മുടെ ബിൽഡിങ്, നമ്മുടെ വീട് അത് എർത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലത്താണോ എന്നുള്ളത് നോക്കാം. രണ്ടാമത്തത്, നമ്മുടെ വീടിനെ റെട്രോഫിറ്റ് ചെയ്യാം. റെട്രോഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, റെട്രോഫിറ്റ് എന്തിനാണ്, എർത്ത് നിന്നും സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡിങ്ങുകളിൽ കൊടുക്കുന്ന ഒന്നാണ് റെട്രോഫിറ്റിംഗ് അല്ലേ. പഴയ ബിൽഡിങ്ങുകളെ റെട്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എർത്ത് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഹൗസിനെ റെയിൻഫോഴ്സ് ചെയ്യാം. ഓക്കെ, പിന്നെ മാത്രം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബോൾട്ട് യുവർ ഹൗസ് ടു ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനുമായിട്ട് നമ്മൾ ഹൗസ് എന്ത് ചെയ്യുക, ബോൾട്ട് ചെയ്യുക. റെയിൻഫോഴ്സ് ദ സപ്പോർട്ട് ബീം, സപ്പോർട്ട് ബീമിനെ റെയിൻഫോഴ്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഫർണിച്ചറുകൾ ഉണ്ടാവില്ലേ, ബുക്ക് ഷെൽഫുകൾ, ക്യാബിനറ്റ്, അതൊക്കെ എന്ത് ചെയ്യുക, സെക്യൂർ ആക്കി വെക്കുക. കീയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സെക്യൂർ ആക്കി വെക്കുക. കാരണം എന്താ, പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഷെയ്ക്ക് ചെയ്യും, ചിലപ്പോൾ ഫോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ റിസ്ക് കൂട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തേത്, ക്രിയേറ്റ് എ ഡിസാസ്റ്റർ പ്ലാൻ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. നമ്മൾ ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. നമ്മളെയും നമ്മുടെ വീടിനെയും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. നമുക്കറിയാം, എർത്ത് പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ആൻസൈറ്റി ഉണ്ടാവും അല്ലേ. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ആ ആൻസൈറ്റി കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ. അപ്പോൾ ഈ ഇത്തരത്തിലൊരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എർത്ത്. ഓക്കെ, മാത്രമല്ല ഇഞ്ചുറീസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഈ എർത്ത് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആളുകളെ, മറ്റുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഷെയ്ക്കിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ബി പ്രിപ്പയർഡ് ടു ആക്ട്. അടുത്തത്, നോ ഹൗ ടു ആക്ട് സോ യുവർ റെസ്പോൺസ് ഈസ് ഓട്ടോമാറ്റിക്. ഐഡൻറ്റിഫൈ സേഫ് പ്ലേസ് ഇൻ യുവർ വർക്ക് ഏരിയ ടു ഡ്രോപ്പ് കവർ ആൻഡ് ഹോൾഡ് ഓൺ. നമുക്കറിയാം, നമ്മൾ ഈ എർത്ത് പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല, കോണീൻ്റെ അടിയിൽ, കാരണം അതൊക്കെ പെട്ടെന്ന് ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. നമ്മളധികം ഫർണിച്ചേഴ്സ്, ഇപ്പോൾ മേശ പോലെയുള്ള ഫർണിച്ചറിൻ്റെയൊക്കെ താഴെ നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റും, കാരണം പെട്ടെന്നൊന്നും നമ്മൾ മുകളിലേക്കൊന്നും വീഴില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്ലാഷ് ലൈറ്റുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, വിസില്, ഗ്ലൗസുകൾ, ഗൂഗിൾസ്, ബ്ലാങ്കറ്റ്, സ്റ്റഡി ഷൂസ്, ഇതൊക്കെ നമ്മൾ കയ്യിൽ കരുതി വയ്ക്കും. അറേഞ്ച് യുവർ വർക്ക് ഏരിയ ഫോർ സേഫ്റ്റി. മേക്ക് ഷുവർ ദാറ്റ് ബുക്ക് കേസ്, ലാർജ് ഫയൽ ക്യാബിനറ്റ് ആൻഡ് ആർട്ട് വർക്ക് ആർ ആൻഗോട്ട്.
സ്റ്റോർ ഹെവി ഒബ്ജക്റ്റ് ഓൺ ലോ ഷെൽഫ്, സ്റ്റോർ ബ്രേക്കബിൾ ഒബ്ജക്റ്റ് ഇൻ ക്യാബിനറ്റ് വിത്ത് ലാച്ചസ്. നമ്മളെന്താ പറയുന്നത്, നമ്മളെപ്പോഴും ബുക്ക് കേസുകളും ഒക്കെ ലാർജ് ഫയലുകളൊക്കെ താഴത്തെ ഷെൽഫിൽ വയ്ക്കുക. മുകളിലത്തെ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഷെയ്ക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മളെ മേലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ നമ്മളുള്ള വർക്കിംഗ് ഏരിയ ഒക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി എർത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇത്രയും നേരത്തെ നമ്മൾ പറഞ്ഞ എർത്ത് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ എർത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Stay away from window and furniture that could potentially fall over. നമ്മൾ ഡോറിനെയും വിൻഡോസിനൊക്കെ അടുത്തുനിന്ന് കുറച്ചുകൊണ്ട് ബാക്കൗട്ടായിട്ട് നിൽക്കുക, കാരണം അത് നമ്മളെ മേല് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ടേക്ക് എ കവർ ഇൻ സേഫ് പ്ലേസ് ഇൻ യുവർ ഹൗസ്. Get under a sturdy table or desk to avoid being hit by anything. If you can't take safe cover, protect your head and neck with your arm. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, എർത്ത് ഉണ്ടാകുമ്പം അധികം ഈ ടേബിൾസിൻ്റെ ഒക്കെ അടിയിൽ നിൽക്കാൻ ശ്രമിക്കുക, അല്ലാതെ സ്റ്റെയറിൻ്റെ അടിയിലൊന്നും പോയി നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ ഒരു സേഫ് പ്ലേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, നമ്മളെ ഹെഡ് അതേപോലെ തന്നെ നെക്കും നമ്മളെ കൈ കൊണ്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഡു നോട്ട് ട്രൈ ടു ഗോ ഔട്ട്സൈഡ് അണ്ടിൽ ആഫ്റ്റർ ഷേക്ക് സ്റ്റോപ്പ്. ഷേക്കിങ് സ്റ്റോപ്പ് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ ശ്രമിക്കരുത്. അതാണ് അടുത്ത പറഞ്ഞത്. പിന്നെ നമ്മളെപ്പോഴും കാമായിട്ടിരിക്കുക, കാം ആൻഡ് ക്വയറ്റായിരിക്കുക. എർത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, പാനിക് ആവാതിരിക്കുക. ഓക്കെ, ഇനി എർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോഴും എർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഭൂമികുലുക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസൊക്കെ പോയി നോക്കുക. ഗ്യാസ് ലൈൻസ് അതൊക്കെ ലീക്കായിട്ടുണ്ടോ എന്ന് നോക്കുക. ലീക്കായിട്ടില്ലെങ്കിൽ നമുക്ക് ലീക്കായെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ടേൺ ഓഫ് ചെയ്യുക. ഓക്കെ, അടുത്തത് ചെക്ക് ഫോർ ഡാമേജ് ഓഫ് ഇലക്ട്രിക് വയർ. ഇലക്ട്രിക് വയറൊക്കെ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പവർ സപ്ലൈ ഒക്കെ ഓഫ് ആക്കുക. ഓക്കെ, ഇനി കീപ്പ് യുവർ ഷൂസ് ഓൺ. നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം എർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഡാമേജുകളുണ്ടാവും, പല കാര്യങ്ങളും പൊട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചപ്പലൊന്നും ഇല്ലാതെ, ഷൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് ഇറങ്ങരുത്. ഡോക്യുമെൻറ്റ് ദ ഡാമേജ്. ഇഫ് യുവർ ഇൻഷുറൻസ് പോളിസീസ് കവർ ദ എർത്ത് ഡാമേജ്, മേക്ക് ഷുവർ യു ടേക്ക് ഫോട്ടോസ് ഓഫ് വീഡിയോസ് ഓഫ് ഡാമേജ് യൂസ് ഇൻ ക്ലെയിം പ്രോസസ്. നമ്മൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക എർത്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് എർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അതിന് പുറമെ തന്നെ ബി റെഡി ടു ആക്ട് വിത്തൗട്ട് എലക്ട്രിസിറ്റി ഓർ ലൈറ്റ്. നമുക്ക് ചിലപ്പം എർത്ത് ഉണ്ടാകുന്ന ഏത് ടൈമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് ടൈമാണെങ്കിലും നമ്മൾ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, റെഡി ടു ആക്ട് ചെയ്യാൻ സന്നദ്ധ കാണിക്കണം. ഓക്കെ, അടുത്തത് ഇഫ് യു മസ്റ്റ് ലീവ് എ ബിൽഡിംഗ് യൂസ് എക്സ്ട്രീം കോഷൻസ്, കണ്ടിന്യൂസ്ലി അസസ് യുവർ സറൗണ്ടിങ് ആൻഡ് ബി ഓൺ ദ ലുക്ക് ഔട്ട് ഫാളിങ് ഡീബറീസ് ആൻഡ് അതർ ഹസാർഡ്സ്. അതായത് നമ്മളിപ്പം എർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഷേക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സേഫ് പ്ലേസ് കണ്ടെത്തുക കുറച്ച് ടൈം വരെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എർത്ത് മെഷേഴ്സാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എർത്ത് മുന്നേയും എർത്ത് ഉണ്ടാകുമ്പോഴും എർത്ത് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോസോടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എർത്ത് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു.